അരിപ്പൊടിയും നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പഴയ കാലത്തെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നന്നായി പഴുത്ത ഏത്തപ്പഴമാണ് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ നല്ലത്. തൊലി കുറച്ച് കറുത്ത് പോയിട്ടുള്ള ഏത്തപ്പഴം ഉണ്ടാകുന്നില്ലേ, അതുപോലെയുള്ളതാണ് ഇത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പഴം നമുക്ക് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് മുറിച്ചെടുക്കേണ്ടതുള്ളത്. അധികം നേരിയതും ആവരുത്. ഈ ഒരു വണ്ണത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 125 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയിലെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മൈദയാണ് വേണ്ടത്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടി 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അഥവാ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ ബാറ്റർ നമുക്ക് നമ്മുടെ പഴം മിക്സിലേക്ക് മുഴുവനായും തന്നെ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഓരോന്നായി നമുക്ക് ഈ ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഇട്ട ഉടനെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കരുത്, അത് മേലേക്കൊന്ന് പൊങ്ങി വരും. അതിന് ശേഷം ഇത് തിരിച്ച് മറച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ എല്ലാം തന്നെ ഞാനിതാ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കാം. 3-4 ദിവസം കേടുകൂടാതെ ഇരിക്കും കേട്ടോ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് ദിവസം കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.